കോഴിക്കോട് കോർപ്പറേഷനിൽ ബിജെപിയുടെ ആദ്യഘട്ട പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. 14 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പ്രഖ്യാപിക്കുക. തർക്ക വാർഡുകളിലെ തീരുമാനം RSSന് വിട്ടു. 9ാം വാർഡായ തടമ്പാട്ട് താഴത്ത് CPM ജില്ലാ കമ്മിറ്റി നിശ്ചയ സ്ഥാനാർത്ഥിക്കെതിരെ വാർഡ് കമ്മിറ്റി രംഗത്തെത്തി. VS രഞ്ജിത്ത് വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഇപ്പോൾ ആദ്യഘട്ട പട്ടിക ഇന്ന് പ്രഖ്യാപിക്കുകയാണ്. സുരേന്ദ്രനാണോ പ്രഖ്യാപിക്കുക? സ്മൃതി, ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി കോഴിക്കോട് കോർപ്പറേഷനിൽ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ വാർത്താ സമ്മേളനം ആരംഭിച്ചു കഴിഞ്ഞു. അദ്ദേഹം ആമുഖമായി ചില കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 41 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ, തർക്കമില്ലാത്ത 41 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ ആയിരിക്കും പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അതിൽ ദേശീയ സമിതി അംഗം KP സുരേശൻ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാൽ BJPയുടെ സിറ്റിംഗ് വാർഡുകളായിട്ടുള്ള 7 വാർഡുകളിൽ 2 എണ്ണത്തിലെ സ്ഥാനാർത്ഥികളെ മാത്രമാണ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത്. അതൊന്ന് പന്നിയങ്കര വാർഡിൽ നമ്പിടി നാരായണനും അതോടൊപ്പം തന്നെ കോഴിക്കോട് പുതിയറ വാർഡിൽ ബിന്ദു എന്ന് പറയുന്ന ഒരു പ്രവർത്തകയുമാണ്. ഈ 2 വാർഡുകൾ ഒഴിച്ച് 5 വാർഡുകളിലാണ് ഇപ്പോൾ തർക്കമുള്ളത്. സിറ്റിംഗ് വാർഡുകളിൽ തർക്കമുണ്ട്. ആ 5 വാർഡുകളിലും ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നില്ല. കാരപ്പറമ്പ് വാർഡിൽ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയാണ്. അവരുടെ പേരും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അതോടൊപ്പം ചാലപ്പുറം വാർഡാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർഡ്. അവിടെ ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബുവിന്റെ പേരായിരുന്നു. അതും പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടില്ല. ഒപ്പം തന്നെ മറ്റു പല വാർഡുകളിലും തർക്കമുണ്ട്. അതൊക്കെ RSSന് വിടുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രകാശ് ബാബുവിന് ഇളവ് കിട്ടാൻ സാധ്യതയുണ്ടോ രഞ്ജിത്ത്? സ്മൃതി, ജില്ലാ അധ്യക്ഷന്മാർക്ക് മത്സരിക്കാനുള്ള സാധ്യതയില്ല. ജില്ലാ അധ്യക്ഷന്റെ പേരാണ് ചാലപ്പുറം വാർഡിൽ നിന്ന് പല കമ്മിറ്റികളും ഉയർത്തിയതെങ്കിലും അദ്ദേഹത്തിന് ഇളവ് കിട്ടുമോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു ധാരണയിലെത്തിയിട്ടില്ല, തീരുമാനത്തിലെത്തിയിട്ടില്ല. ആർക്കും ഇളവില്ല എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി പ്രകാശ് ബാബുവിന് എന്തെങ്കിലും ഇളവുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട്. സമാനമായി CPMനകത്ത് ഈ RJDയുമായും CPIയുമായുള്ള സീറ്റ് തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് ഒപ്പം തന്നെ കോഴിക്കോട് 9ാം വാർഡ് തടമ്പാട്ട് താഴത്ത് അവിടുത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ച ഒരു സ്ഥാനാർത്ഥിയെ വാർഡ് കമ്മിറ്റി തള്ളിയിട്ടുണ്ട്. സദാശിവൻ പലതവണ കൗൺസിലറൊക്കെ ആയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ അവിടെ വേണ്ട എന്ന രീതിയിലാണ് വാർഡ് കമ്മിറ്റി ഇന്നലെ ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശം തള്ളിയിട്ടുള്ളത്. കോൺഗ്രസിലാണെങ്കിൽ 22 വാർഡുകൾ മാത്രമാണ് പ്രഖ്യാപിച്ചത്. ഇനി 29 വാർഡുകൾ പ്രഖ്യാപിക്കാനുണ്ട്. KPCC ജനറൽ സെക്രട്ടറിമാർ